നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. കേരളത്തിലെ പ്രസിദ്ധമായ 5 മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ ട്രെയിനിൽ തന്നെ വന്ന് ട്രെയിനിൽ തന്നെ തിരികെ പോവാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. എല്ലാ ജില്ലയിലുള്ളവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ അന്നത്തെ ഈ വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ദർശന രീതികൾ, ദർശന സമയം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താമസ സൗകര്യം എല്ലാം ഉൾപ്പെടുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ട്രെയിൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത്, അങ്ങനെ എല്ലാം ചേർന്നൊരു ചെറിയ വ്ളോഗ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ട്രെയിൻ മാർഗം വന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫ്രണ്ട്സ്, ഞാൻ വന്നത് കൊല്ലത്തുനിന്ന് ഈ ഒരു മെമു ട്രെയിനിലാണ്. ഇത് ട്രെയിൻ നമ്പർ 06670 കൊല്ലം പുനലൂർ മെമു സ്പെഷ്യലാണ്. ഇത് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ്. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് പുനലൂർ വരെ സർവീസ് നടന്ന ട്രെയിനാണ്. എല്ലാ ദിവസവും രാവിലെ 6:20 കൊല്ലത്ത് നടക്കുന്ന ട്രെയിൻ 7:30 പുനലൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിൻ നമ്മൾക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എല്ലാ ദിവസവും 6:20 എടുക്കുന്ന ട്രെയിൻ ഒരു 6:55 കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ക്ഷേത്രത്തിന്, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. വളരെ അടുത്താണ് കൊട്ടാരക്കര. അവിടുന്ന് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് പോവേണ്ടത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. നമ്മൾ നടന്നു തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ കൊല്ലത്തുനിന്ന് വേറെയും ധാരാളം ട്രെയിനുകളുണ്ട് കൊല്ലം വഴി പോകുന്ന കൊട്ടാരക്കരയിലേക്ക് പോകുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ ഈ ജില്ലക്കാർക്ക് ഡയറക്റ്റ് നമുക്ക് ഒരു ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള മിക്ക ജില്ലകളിൽ നിന്നും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴയൊക്കെ ഉള്ളവർ ഡയറക്റ്റ് കൊല്ലം വന്നിട്ട് അവിടുന്ന് ഞാനിപ്പോൾ ഈ പറയുന്ന സമയങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊട്ടാരക്കരയിലേക്ക് പോകാൻ ട്രെയിൻ കിട്ടും. ഇല്ലെങ്കിൽ ബസ് മാർഗം വളരെ എളുപ്പത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെ നിന്നാലാണ് ബസ് കിട്ടുന്നതെന്നും KSRTC ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ എത്താം. ഏകദേശം കൊല്ലത്ത് നിന്ന് 26 കിലോമീറ്ററേ ഉള്ളൂ കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട്. ഫ്രണ്ട്സ്, ഇനി ഞാൻ കൊട്ടാരക്കരയിൽ നിർത്തുന്ന കുറച്ച് ട്രെയിനുകളെ പരിചയപ്പെടുത്തി തരാം. എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനുകളാണ് ഇത്രയും. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ കൂടാതെ ഇത്രയും ട്രെയിനുകളുണ്ട്. അതിൽ ആദ്യത്തെ വണ്ടി മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണ്. ആ ഒരു ട്രെയിൻ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ആണ് 161.02. അത് കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ്. പുനലൂർ, ചെങ്കോട്ട വഴി അങ്ങനെ പോകുന്ന ആ ഒരു ട്രെയിനിൽ കൊട്ടാരക്കരയിൽ പോവാം. അത് കഴിഞ്ഞാൽ 163.28 ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഒരു പകുതി സ്ഥലങ്ങൾ അങ്ങനെ ഫില്ലായിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ, എറണാകുളം ടൗൺ അങ്ങനെ പിന്നെ കോട്ടയം വഴി അതൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു മെമു ആണ്. കൊല്ലത്ത് നിന്ന് പുനലൂർ നമ്മളിപ്പോൾ പോകുന്ന കണക്കത്തെ ഒരു മെമു. അത് കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരിയിൽ നിന്ന് പുനലൂരോട്ട് പോകുന്നൊരു പാസഞ്ചർ ഉണ്ട് കൊട്ടാരക്കരയിൽ സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് തൂത്തുക്കുടി പോകുന്ന നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ ഒഴികെ ബാക്കിയുള്ള എല്ലാ ജില്ലക്കാർക്കും കണക്ട് ചെയ്ത് വരാൻ പറ്റും ഡയറക്റ്റ് കൊട്ടാരക്കരയിലോട്ട്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾ വരുന്ന സമയത്ത് തിരക്കുക കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിലോട്ട് ട്രെയിൻ ഉണ്ടോ എന്ന്. ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വരിക. ഇല്ലെങ്കിൽ KSRTC വഴി നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുക. ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം KSRTC, അതായത് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതെന്നും നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ട്രെയിനിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായി റിപ്ലൈ തരാം. ഇനി നമുക്ക് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമുള്ള ബാക്കി കാഴ്ച കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ 7 മണിയായപ്പോൾ നമ്മളിതേ കൊട്ടാരക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന മെമുത നമ്മളെ കൊട്ടാരക്കര കണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്. രാവിലെ 6:20 കൊല്ലത്ത് നിന്നായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 7 മണിയായപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ഓവർ ബ്രിഡ്ജ് കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷം വെളിയിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിതേ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇടത് സൈഡിലോട്ട് നിങ്ങൾക്കൊരു വഴി കാണാം, വലത് സൈഡിലോട്ടും നിങ്ങൾക്കൊരു വഴി കാണാം. ഇതിൽ വലത് സൈഡിലാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾക്ക് പോകേണ്ടത് ഇടതേ സൈഡിൽ കൂടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇടത് ഭാഗം വഴി പോവാം. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോയും വരുന്നുണ്ട്. ഇവിടുന്ന് ഓട്ടോയിൽ പോകാൻ മിനിമം ചാർജേ ഉള്ളൂ. നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ഫ്രണ്ട്സ്. നമ്മളെന്തായാലും ഇന്ന് നടന്നാണ് പോകുന്നത് ക്ഷേത്രത്തിലോട്ട്. അപ്പം ഇറങ്ങി വരുമ്പോഴത്തേക്കും കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത് സൈഡിലായിട്ട് നിങ്ങളൊരു റൂംസും കാര്യങ്ങളൊക്കെ കാണുന്ന കണ്ടോ? അത് ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. അത് ഞാനിപ്പോൾ ഈ വന്ന വഴി കാണിച്ചു തരാം. കണ്ട
ഈ ഒരു വഴി, സ്റ്റേഷൻ്റെ ഈ ഒരു വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. തൊട്ടടുത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു റെസിഡൻസി ഒക്കെ ഉണ്ട്, റൂംസും കാര്യങ്ങളൊക്കെയുള്ള AC ആൻഡ് നോൺ AC. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗമാവുന്നെങ്കിൽ ഉപയോഗമാവട്ടെ. അപ്പോൾ നമ്മൾ വന്ന വഴിയുടെ തൊട്ടപ്പുറത്തൊരു വഴി കാണുന്നുണ്ടോ, ഈ ഒരു വഴി കൂടെ വേണം നമുക്ക് നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒന്നും കൂടെ വിശദമായിട്ട് ആ ഒരു റൂംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഈ റൂംസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും വലത് സൈഡിലോട്ട് ഒരു ബൈക്ക് പോകുന്നുണ്ട്, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അതേ കൂടെ ഇടത് സൈഡിൽ കൂടെ ഒരു വഴി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഇതേ കണ്ടില്ലേ, ഇടത് സൈഡിലോട്ട് ഒരു വഴിയുണ്ട്, ആ വഴി നമ്മൾക്ക് പോവാം. പക്ഷെ അത് റോഡ് അതായത് NH കയറുന്നതാണ് ആ വഴി, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കൊല്ലത്തുനിന്ന് KSRTC ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത് ആ വഴി. നമ്മളിപ്പോൾ ട്രെയിൻ വഴി വന്ന് ഇറങ്ങിയോണ്ട് ഈ ഒരു മാർഗം നടക്കുന്നു. ഇവിടെ ആകുമ്പോൾ വലിയ ബഹളമോ ഒന്നുമില്ല, മാത്രമല്ല വളരെ അടുത്തുമായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടന്നിങ്ങനെ അടുത്തായിട്ട് എത്തിയപ്പോഴേക്കും ഒരു സ്കൂളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഇടത് സൈഡിലായിട്ട് ഒരു സ്കൂളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്കൂളിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പം. ഇതേ കണ്ടില്ലേ, മന്നൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയോരത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, സ്കൂളൊന്നും തുറന്നില്ലേ, അടച്ചിട്ടേക്കുവാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ക്ഷേത്രത്തിലോട്ട്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനു മുമ്പ് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് വേറൊരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്കും ദർശനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ മാർഗം വരുവാണെങ്കിൽ ഞാൻ പറയുന്ന ഈ വഴി കൂടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആദ്യം കാണുന്നത് ഈ ഒരു മഹാദേവ ക്ഷേത്രമായിരിക്കും. കണ്ടില്ലേ, ഇനിയിപ്പം ഗണപതി ഭഗവാനെ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്ഷേത്രം ദർശിക്കാം. രാവിലെ ആയി കഴിഞ്ഞാൽ നല്ല ആളാവും, പിന്നെ നമുക്ക് തിരക്കായിരിക്കും, തിരക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ ആ അമ്പലമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വലത് സൈഡിലോട്ടൊരു റോഡ് കാണാം. ഈ റോഡ് വഴിയാണ് നമുക്കിനി പോകേണ്ടത്, അതായത് ഈ കാറ് വന്ന വഴി. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരൻ ചേട്ടൻ നിൽക്കുന്ന കാണാം. അത് വേറൊന്നുമല്ല, അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അതായത് ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വഴി കാണാൻ സാധിക്കും. അങ്ങോട്ട് പാർക്കിംഗ് ഏരിയ കണ്ട, ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നടന്നു വരുമ്പോൾ, പേ ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞ്. നമുക്ക് നേരെ വെച്ച് പിടിച്ചാൽ മതി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ക്ഷേത്രം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് KSRTC ഒക്കെ വരുന്നൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ? അതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറാൻ പോകുന്നത്. മുമ്പേ കണ്ട ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത്, ശ്രീ മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര. അതിൻ്റെ ഒരു കുളവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ, കണ്ടില്ലേ. അപ്പം ഗണപതിയൊക്കെ കണ്ടിട്ടേ നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കയറി ഗണപതി ഭഗവാനെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെയും വന്ന് ദർശനം ചെയ്യാം ഈ ഒരു ക്ഷേത്രത്തിൽ. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയോരത്ത് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതാണ് ക്ഷേത്രം. നമ്മളെത്തി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ, ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വലിയ മരമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ കാണുമല്ലോ, വന്നതിന് ശേഷമായാലും ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു അത്യാവശ്യം ചായയൊക്കെ കുടിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇടത് ഭാഗത്തായിട്ട്. അതായത് ആ പോലീസ് ജീപ്പ് കിടക്കുന്ന കണ്ടോ, ആ ഒരു ഭാഗത്തായിട്ട് കടയുണ്ട്. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം ഒരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് വന്നതാണെങ്കിൽ ഇത് മാത്രമല്ല, ഇതിന് ചുറ്റും ധാരാളം കടകളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ 5 പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ ഒന്നാണ് നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇപ്പം വൃശ്ചിക മാസവും ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ധാരാളം സ്വാമിമാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ ആ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റും. കണ്ടില്ലേ, മൂത്രപ്പുര കക്കൂസൊക്കെ ഉള്ളൊരു ഭാഗമാണ് അത്. നടന്നു വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ പോകാനുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മളിതേ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്, കൊട്ടാരക്കര. ഫ്രണ്ട്സ്, യഥാർത്ഥത്തിൽ ഇതൊരു മണികണ്ഠേശ്വര ശിവക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായി നമ്മുടെ ശിവഭഗവാനും പടിഞ്ഞാറോട്ട് ദർശനമായി നമ്മുടെ പാർവതി ദേവിയാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന നമ്മുടെ ശിവപാർവതി പുത്രനായ വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പ്രശസ്തി. അങ്ങനൊരു സംഭവമുണ്ട്.
നിങ്ങളിത് ഈ ഒരു വഴി കാണുന്നില്ലേ, ഈ ഒരു വഴിയിൽ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ഭാഗവും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്നത് ഈ വഴിയിലായിരുന്നല്ലോ, ഈ കാറുകൾ ഇങ്ങനെ അടുക്കിനടുക്കിനിട്ടേക്കുന്നതാണ്. അപ്പോൾ അതായത് 2 വഴിയുണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാം. ദേ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഉണ്ണിയപ്പം ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര പ്രസിദ്ധം തന്നെയാണ്, പറയാൻ വാക്കുകളില്ല. കൊട്ടാരക്കര ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധമായൊരു, പിന്നെ ഭഗവാന്റെ ഒരു ഇഷ്ട വഴിപാട് കൂടിയാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ബാഗുകളും ഹെൽമറ്റുകളും പാദരക്ഷകളൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോഡി 3 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കയറുന്ന ഭാഗത്തായിട്ട് തന്നെയാണ്. ഇപ്പോൾ കയറുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ദേ ഇവിടെ അടുത്തായിട്ടൊരു വലിയ മരം കാണുന്നുണ്ടോ, ഇതൊരു അരയാലാണ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നതാണ് വിശ്വാസം. അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാണെന്ന്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ശബരിമല ഇടത്താവളവും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള രസീത് എഴുതിപ്പിക്കാം. ഒരു ഉണ്ണിയപ്പം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കവർ ഉണ്ണിയപ്പത്തിനകത്ത് 10 എണ്ണം ഉണ്ട് കേട്ടോ. 40 രൂപയാണ് ചാർജ്. സ്വല്പം കൂടിപ്പോയി. എന്തായാലും 40 രൂപ കൊടുത്ത് റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഉണ്ണിയപ്പമൊക്കെ മേടിക്കണം. ഇപ്പോൾ അവിടെ ശീവേലി നടക്കുവാണ് ക്ഷേത്രത്തിൽ, അതുകൊണ്ട് അകത്തോട്ട് ആരെയും കയറ്റത്തില്ല. അപ്പോൾ ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കിപ്പോൾ ശീവേലി കാണാം. എന്തായാലും അകത്തോട്ട് കയറാം കേട്ടോ. ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കോ കേട്ടോ. ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് ഫ്രണ്ട്സ് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം. ക്ഷേത്രക്കുളം അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ഈ വഴിയായിരുന്നു കയറി വന്നത്. ഇപ്പോൾ അകത്ത് തന്നെ നമ്മൾ നിൽപ്പുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്ത് നിൽക്കുവാണ്. ഇതേ തൊട്ട് ഇടത് സൈഡിലായിട്ട് തന്നെ കുളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം നല്ലതുപോലെ. അപ്പോൾ ദേ പരമേശ്വരനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, മഹാദേവൻ നമ്മുടെ ശിവഭഗവാൻ. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പാർവതി ദേവിയുണ്ട്, അതും കാണിച്ചു തരാം. മൊത്തം നടുക്കായിട്ടാണ് നമ്മുടെ ഗണപതി ഭഗവാൻ. അപ്പോൾ അതേ ശീവേലി കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഭഗവാനെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അകത്തുള്ള ദർശനവും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ആര് ഗ്യാപ്പിൽ ഉണ്ണിയപ്പമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ വലം വെച്ച് പോകുന്ന വഴിയിലോട്ട് തന്നെയാണ് നമുക്കും പോകേണ്ടത്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഫ്രണ്ട്സ് രാവിലെ. അപ്പോൾ നമ്മളിതേ ആ ഒരു വഴി നേരെ നടന്നു പോകുന്നത് ഉണ്ണിയപ്പം കൗണ്ടറിലോട്ടാണ്. നമുക്ക് കിട്ടിയ റെസിപ്റ്റ് നമ്മൾ 40 രൂപ അടച്ചിട്ട് രസീത് മേടിച്ചില്ല. അതുകൊണ്ട് ദേ ആ ഒരു ചേട്ടൻ്റെ അടുത്താണ് നിൽക്കേണ്ടത്. അവിടെ ചേട്ടൻ ചാരി നിൽക്കുന്നുണ്ടോ, ആ പുള്ളിക്കാരനെ എന്നാണ് നമ്മൾ മേടിക്കേണ്ടത്. നമ്മളെന്തായാലും ഉണ്ണിയപ്പമൊക്കെ മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് ദേ ഇപ്പുറത്ത് ദേവി ഇരിക്കുന്ന സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൂടാണ് നമുക്ക് ദേവിയെ കാണാൻ കയറേണ്ടത്, പാർവതി ദേവീനെ കേട്ടോ. ആൾക്കാരൊക്കെ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പരമേശ്വരനെയും കണ്ടു, വിഘ്നേശ്വരനെയും കണ്ടു, പാർവതി ദേവിയെയും കണ്ടു. എല്ലാവരെയും കണ്ടിട്ട് ദേ വെളിയിലോട്ടിറങ്ങി നമ്മുടെ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. തിരിച്ചും നമ്മൾ ട്രെയിൻ മാർഗം തന്നെയാണ് വീട്ടിലോട്ട് പോകുന്നതും കേട്ടോ, കൊല്ലത്തോട്ട് പോകുന്നതും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന മൊത്തവും ട്രെയിനുകളും കൊല്ലം വഴിയാണ് പോകുന്നത് എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്നിരുന്നാലും പറഞ്ഞത് അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും കാരണത്താൽ ഞാൻ വന്ന മെമുവിന് കൊല്ലത്തുള്ളവർക്ക് രാവിലെ വരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ബാക്കി സമയവും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പിലൊന്ന് കയറുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ സമയമൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും. എന്തായാലും ട്രെയിനുകളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളത് കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ആൽമരത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ട, ആദ്യം പേരാൽ അവിടുന്ന് കുളത്തിലോട്ട് വരുന്നൊരു വഴി ജസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ, ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇതിനകത്ത്. മിക്കപ്പോഴും വരുമ്പോൾ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ പൊരിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. കുളത്തിലെ മീനെ കാണിച്ചു തരാം, നോക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾ ഫുള്ള് കുളത്തിൻ്റെ ഒരു വ്യൂ കാണും. മീനെ കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാണോ ഇവിടെ കിടന്ന് വെള്ളത്തിൽ നീന്തി തകർക്കുന്നു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഞാൻ ദർശന രീതികളൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നല്ലോ. ദർശന രീതി, ദർശന സമയം, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാമേ. പിന്നെ ക്ഷേത്രക്കുളത്തിൽ വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ 3-4 സൈഡിൽ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന കാണാം. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇറങ്ങണം കേട്ടോ. നല്ല വഴുക്കലുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെ കുളത്തിൽ. പിന്നെ ഇതൊക്കെ നമ്മളാ സ്വാമിമാർ, അയ്യപ്പ സ്വാമിമാർ ഊരിയിട്ടിട്ട് പോകുന്ന മാലയാണ്. ശബരിമലയിൽ പോയതിന് ശേഷം വരുമ്പോൾ ഇവിടെയാണ് അത് ഊരിയിടാറ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്.
അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നിരുന്നാലും നമ്മൾ വീഡിയോയുടെ ഒരു ഭാഗമായി പറഞ്ഞതേ ഉള്ളൂ ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മൾ മേടിച്ച കൗണ്ടറില്ല, അതായത് ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് ഇവിടെ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്, ഇപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി ദർശന സമയങ്ങളും കാര്യങ്ങളൊന്നും ദർശന സമയം. അതുപോലെ തന്നെ ദർശന രീതികൾ, പുരുഷന്മാർക്ക് ഷർട്ടോ ബനിയനോ കൈലിയോ എന്നിവ ധരിച്ച് അകത്തോട്ട് കയറാൻ പാടില്ല. സ്ത്രീകൾ അതുപോലെ മുടി അഴിച്ചിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെ അതേ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു സംഭവം കാണാൻ സാധിക്കുന്നതാണ്, നമ്മുടെ അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു മണ്ഡപമാണിത്, കണ്ടില്ലേ? അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഫ്രണ്ട്സ്. നമ്മൾ വന്ന വഴി ഈ ഇടതുഭാഗത്ത് കാണുന്ന വഴിയായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വന്ന വഴി. ഇപ്പം ഞാൻ എന്തായാലും വലതുഭാഗത്തോട്ടൊന്ന് പോവുക. നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമല്ലോ. നമ്മൾ ഇൻ കേസ് കൊല്ലത്തുനിന്ന് ബസ് വഴിയാണ്, KSRTC വഴിയാണ് കൊട്ടാരക്കര വരുന്നെങ്കിൽ ഈ ഒരു വഴിയായിരിക്കും നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഞാൻ വീണ്ടും പറയുവാണോ എന്ന് എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതേ വീണ്ടും കല്യാണി റെസിഡൻസി ഒക്കെ ഉണ്ട്. ഇവിടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിൽഗ്രിംസ് ടൂറിസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം, തിരക്കാം. AC നോൺ AC റൂംസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപയോഗപ്രദമാവട്ടെ എല്ലാവർക്കും. അങ്ങനെ നമ്മളിനി ആ ഒരു വഴി കൂടെ നടക്കുവാണ് ഫ്രണ്ട്സ്. ഇനി നടന്ന് കുളത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല വൈബാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ വരാം. കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര വരെ ഞാൻ ട്രെയിനിൽ വന്നതിന് എനിക്ക് വെറും 10 രൂപ മാത്രമേ ആയിട്ടുള്ളൂ, മെമുവിലായതുകൊണ്ട്. എക്സ്പ്രസ് ട്രെയിനൊക്കെ ആണെങ്കിൽ 30 രൂപയാവും കേട്ടോ മിനിമം ചാർജ്. ഇവിടെയും ഒരു കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കായി വരുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞാൻ ഇച്ചിരി നേരത്തെ വന്നത് കൊണ്ടേ, രാവിലെ ഒരു 8:30 കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ 8:30 കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് മെമു. നമ്മൾ രാവിലെ പോയി അതേ മെമു തന്നെയാണ് നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ടും പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നതേ ഇപ്പുറത്തെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ. ഇനി കുളത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ക്ഷേത്രം അവിടെയാണ്. നമ്മളിങ്ങനെ ഇപ്പുറത്ത് കുളത്തിൻ്റെ ഇന്ന സ്ഥലത്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നിന്ന് നോക്കാം. ഈ വഴിയായിരുന്നു നടന്നു വന്നത്. അടിപൊളിയല്ലേ ഫ്രണ്ട്സ്? നോക്ക്, അടിപൊളി ഒരു ക്ഷേത്രക്കുളം കേട്ടോ നമ്മുടെ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ KSRTC ബസ് കൊണ്ട് നിർത്തുന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ബസ് കയറി വരുമ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിൽ നിർത്തും. അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നതും ഒക്കെ ഒരേ ദൂരമാണ്. പിന്നെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം, ഇല്ലാത്തവർക്ക് ഓട്ടോ മാർഗം പെട്ടെന്ന് വരാം. ഇനി അടുത്തായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ആൽമരം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയും ഉണ്ട് ഒരു വലിയ ആൽമരം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. വഴികളൊക്കെ മനസ്സിലായല്ലോ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടോ? ആ ഒരു പോലീസ് സ്റ്റേഷനിലാണ് വണ്ടി. KSRTC അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. KSRTC വരുന്നവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെപ്പോലെ ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെട്ട് അമ്പലങ്ങളിലേക്ക് ദർശനം നടത്തുന്നവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി നമ്മളെ ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് മറ്റേ ശിവഭഗവാനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. മറ്റേ മഹാദേവൻ്റെ ഒരു ക്ഷേത്രം കണ്ടില്ലായിരുന്നോ? അവിടെയും കൂടെ ഒന്ന് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ കൊട്ടാരക്കര സ്റ്റേഷൻ, അവിടുന്ന് ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നേരെ കൊല്ലം. വീഡിയോ വൈൻഡ് അപ്പ്. അപ്പോൾ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും വരാം കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ മഹാഗണപതി ക്ഷേത്രം. അതേപോലെ തന്നെ നമ്മുടെ ഗണപതി ഭഗവാൻ ഉണ്ടല്ലോ ഇവിടുത്തെ, അത് ബാലഗണപതിയായിട്ടാണ് ഇവിടെ ഒരു സങ്കല്പം. ഇവിടെ ഉത്സവം വരുന്നത് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം. അത് പക്ഷേ ശിവഭഗവാനുള്ള ഉത്സവമാണ് കേട്ടോ. അതേപോലെ തന്നെ ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥി ഉണ്ടല്ലോ, അതും ഇവിടെ ഭയങ്കര പ്രധാനമാണ്. ഇനി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ ഫ്രണ്ട്സ്? നിങ്ങൾക്കിപ്പം ഇവിടെ വന്ന് എങ്ങനെയാണ് ട്രെയിൻ മാർഗവും ബസ് മാർഗവും വരുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ താമസ സൗകര്യം, ആഹാരങ്ങൾ. ഇതേ ഒരു ഹോട്ടൽ കാണുന്നുണ്ടോ? ധന്യ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ. ഇതാണ് ചുറ്റുമുണ്ട്, നല്ല നല്ല ഹോട്ടലുകളുണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള കേട്ടോ. നോണും ഉണ്ട്, വെജും ഉണ്ട്. എന്നിരുന്നാലും ഞാൻ അത് 2 വീഡിയോയുടെ ഭാഗമായി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ താമസ സൗകര്യങ്ങളാണെങ്കിൽ അടുത്ത് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. നിങ്ങൾക്ക് നമ്പർ ഉൾപ്പെടെയാണ് ഞാൻ ഓരോന്നിൻ്റെ വീഡിയോ കാണിച്ചു തന്നത്. വിളിച്ച് സംസാരിക്കാവുന്നതാണ്. വീണ്ടും നമ്മളിതേ നടന്ന് ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇപ്പം മൊത്തം പായലായിട്ട് കിടക്കുവാണ് കേട്ടോ. അതോ പച്ച പായലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്.
അപ്പോൾ ഈ ഒരു ദർശനം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെയും കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ വന്നത് ഏത് ട്രെയിനിലായിരുന്നു? ട്രെയിൻ നമ്പർ 06670 തിരിച്ചു പോകുന്നത് ട്രെയിൻ നമ്പർ 06669 കൊല്ലം പുനലൂർ, പുനലൂർ കൊല്ലം. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അപ്പോൾ കൊല്ലത്തുള്ളവർക്കും കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് പോയി തിരക്കൊന്നും ഇല്ലാതെ ദർശനമൊക്കെ ഭഗവാൻ തന്നതിന് ശേഷം മേടിച്ചതിന് ശേഷം സുഖമായിട്ട് വരാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതി. അങ്ങോട്ടും ഇങ്ങോട്ടും 10 രൂപ മാത്രമേ ഉള്ളൂ ട്രെയിൻ ടിക്കറ്റ്. അങ്ങനെ ടോട്ടൽ ചിലവ് 20 രൂപ മാത്രം. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊട്ടാരക്കര സ്റ്റേഷനകത്ത് കയറിയിട്ട് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. രാവിലെ കള്ളവണ്ടി കയറിയതല്ല കേട്ടോ, ടിക്കറ്റ് എടുക്കാൻ ആ ഒരു വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് മറന്നുപോയതാണ്. തിരിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ട്രെയിൻ മാർഗം ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യാത്തതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന്, അതായത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം വരെ 10 രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. ഇനി നമുക്ക് പോയി പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ ട്രെയിനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും നമ്മുടെ മെമുക്കുട്ടൻ രാവിലെ നമ്മൾ യാത്ര ചെയ്ത അതേ മെമു തിരിച്ചു വരികയാണ്. ഇനി ഇവനിൽ കയറി നേരെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ മറ്റുള്ള ജില്ലക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, ബസ് മാർഗം പോകാൻ. നിങ്ങളത് എവിടെയാണ് ബസ് കയറാൻ നിൽക്കേണ്ടതെന്ന് കൂടി ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. അപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കൊല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യത്തിന് നിങ്ങൾ നോക്കിക്കോണം, ഇത്രയും ട്രെയിനുകളുണ്ടല്ലോ കൊട്ടാരക്കരയിലോട്ട് കൊല്ലത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ, കൊല്ലത്ത് വന്നതിന് ശേഷം ആ ട്രെയിൻ ഉണ്ടെങ്കിൽ കൊട്ടാരക്കര ഇങ്ങനെ ട്രെയിൻ വഴി വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പം. ഇൻ കേസ് ആ ഒരു സമയത്ത് ട്രെയിൻ ഇല്ലെങ്കിൽ ബസ് മാർഗം നിങ്ങൾക്ക് വരാവുന്നതാണ്. അത് മൊത്തത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട, വളരെ എളുപ്പത്തിൽ എല്ലാം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് കാര്യങ്ങൾ. ഒന്നുമില്ല ഫ്രണ്ട്സ്, സുഖമായിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ചിലവ് ചുരുക്കി ദർശനത്തിന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറന്നു പോകല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം ഇനി നേരെ നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സ് 9:15 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത് രാവിലെ. ഇനി പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇടത് സൈഡിലായിട്ട് ഒരു വഴി കാണാം, വലത് സൈഡിലായിട്ടും ഒരു വഴി കാണാം. നിങ്ങൾക്ക് വലത് സൈഡിൽ നിന്ന് പോയി നിന്നാൽ അവിടെ ഒരു ബസ് നിൽക്കുന്ന കണ്ടോ, അവിടെ നിന്നാലും ബസ് കിട്ടും കൊട്ടാരക്കരയിലോട്ട് പോകാൻ. പക്ഷേ അത് ഒരുപാട് കറങ്ങിപ്പോകുന്ന ബസ്സുകളാണ്. അതേസമയത്ത് നിങ്ങൾ നമ്മുടെ പുതുകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും KSRTC സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് കിട്ടും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ മാർഗം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയ്ക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടെത്തിച്ചേരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ബസ് വഴി കൊട്ടാരക്കരയിലേക്ക് പോകാം. 26 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വലിയ സമയമൊന്നുമില്ല, ഒരു 3/4 മണിക്കൂർ കൊണ്ടങ്ങ് എത്തിയേക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ നിങ്ങൾ മറക്കണ്ട, ക്ഷേത്രം ഏതെങ്കിലും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ട്രെയിൻ മാർഗം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായി എന്നെ അറിയിക്കുക, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.